ഞാൻ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. സുപ്രീം കോടതി പോകും ഇവിടെ, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പോകും. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഉത്തരവാണെങ്കിൽ ഞങ്ങൾ നേരെ സുപ്രീം കോടതി പോകും. അങ്ങനെയൊന്നും ഞങ്ങളുടെ വെള്ളാപ്പള്ളി നടേശനാശാനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. 80 വയസ്സ് വരെ ഉരുക്ക് മനുഷ്യനായി ജീവിക്കാൻ അറിയാമെങ്കിൽ ഇനി ഞങ്ങൾ ഉരുക്കിൻ്റെ ഇരട്ടി സ്റ്റീൽ പോലെ പ്രവർത്തിക്കും. വെള്ളാപ്പള്ളി നടേശൻ അവർകളെ കേരള ഹൈക്കോടതി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ വിടാൻ തീരുമാനമില്ല. ഇത് കേസ് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയാണുള്ളത്. 100 കണക്കിന് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഈ ഇതിൽ വന്ന് നമ്മുടെ ചാനലുകളിലും ബൈറ്റ് കൊടുക്കുമ്പോഴൊക്കെ പറയും, ഞാൻ കണ്ടില്ലേ 100 കണക്കിന് 1000കണക്കിന് കേസുകളുമായിട്ട് ഇരിക്കുന്നു, എൻ്റെ രോമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, എൻ്റെ വീട്ടിലൊരു പുല്ല് പറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ വലിയ രീതിയിൽ വീരവാദം പറയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതാ കേരള ഹൈക്കോടതി പിടിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് ആളുകൾ കൊണ്ട് കൊടുത്തിട്ടുള്ള ശ്രീനാരായണ ധർമ്മ സംരക്ഷണ സമിതിയെന്നും അതുപോലെ SNDPയുടെ തന്നെ ഗോകുലം ഗോപാലിൻ്റെ സംഭവം, വിദ്യാസാഗർ, അങ്ങനെ കുറേ അധികം ആളുകൾ വളരെ വലിയ തോതിലാണ് ഇദ്ദേഹത്തിനെതിരെ 4 സൈഡിൽ നിന്ന് തീയിട്ടത്. അതിൽ മൈക്രോ ഫിനാൻസിൻ്റെ 1000 കോടി രൂപയുടെ കഥയും കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ തെറ്റോ നമുക്കറിയാം. കാര്യം മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് മുഴുവൻ പൈസ ഇദ്ദേഹത്തിന് കിട്ടുന്നതല്ലല്ലോ. കാരണം ഈ ലോണും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കുക, സംഘങ്ങൾക്ക് ലോൺ കൊടുക്കുക, അതാണല്ലോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ ഒന്നിച്ച് ബൾക്ക് എമൗണ്ട് കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ കുടുംബശ്രീക്ക് കിട്ടുമ്പോൾ പ്രൈവറ്റ് ഏജൻസികൾക്ക് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ. പക്ഷേ അതിനകത്തൊരു അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു കേസ്, ഒന്നിലധികം കേസുകൾ കിടക്കുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു തിരിച്ചടിയാണ്. ഒരു കർമ്മഫലമാണോ എന്നൊരു ചോദ്യം. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കും. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളും അതിനനുബന്ധമായി നിൽക്കുന്ന ചാനലുകൾക്കും ഇത് വലിയ ആഘോഷമായിരിക്കും. ഇന്നൊരു പക്ഷേ ഇന്നത്തെ അന്തിച്ചർച്ച, ഇന്നിപ്പോൾ കള്ള് വെട്ടുന്നത് ഇതായിരിക്കും. ഇത് വൈകുന്നേരത്തെ അന്തിച്ചർച്ച വെള്ളാപ്പള്ളി നടേശൻ ജയിലിലേക്കോ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അകത്താകുമോ, വെള്ളാപ്പള്ളി നടേശൻ SNDP നിന്ന് പുറത്താകുമോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ്. ഒന്നുകിൽ SNDP നിന്ന് പുറത്താകുമോ അല്ലെങ്കിൽ ജയിലിൻ്റെ അകത്താകുമോ. എന്തായാലും ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. അത് SNDPക്ക് അകത്ത് തന്നെ തുടർന്ന് ഒരിടത്തേക്കും പോകാതിരിക്കുമോ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും കോടതിയുടെ വിധി പകർപ്പ് വന്നിട്ടില്ല. ചാനലുകളിൽ വാർത്ത വന്നുകൊണ്ടേയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വിധി എഴുതിയോ എന്നൊരു ചോദ്യമാണ്. ഒരു പക്ഷേ ഇത് ഒരു കർമ്മഫലം ഉണ്ടോ എന്നൊരു ചോദ്യവുമുണ്ട്. കാരണം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കും തെറ്റുകൾക്കുമൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കൽ അതിന് ഒരു പരിഹാരം എന്നുള്ളത് മനുഷ്യ ജന്മത്തിൽ ആവശ്യമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത്. 1000കണക്കിന് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ പോളിടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജ്, ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ ക്ഷേത്രങ്ങൾ, വലിയ ആസ്തിയുള്ളതാണ് SN ട്രസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ ട്രസ്റ്റല്ല, വലിയ SNDP പോലെ അല്ല, NSS പോലെ, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് പോലെ, MES പോലെ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പോലെ വലിയ ആസ്തിയുള്ള സംഘടനയാണ്, സ്ഥാപനമാണ് SN ട്രസ്റ്റും SNDP ഒക്കെ. അതിൻ്റെ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. കളി ചെറുതല്ല, നെത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊരു വലിയ കളിയാണ്. ഈ കളിയിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം കളിയും കാര്യമൊന്നും വിഷയമല്ല. കോടതി വളരെ കൃത്യമായിട്ട് ചില നിയമത്തിൻ്റെ വശങ്ങൾ നോക്കിയിട്ടായിരിക്കും അവിടെ ഉത്തരവിറങ്ങുന്നത്. പക്ഷേ ഈ കോടതി ഉത്തരവ് വെള്ളാപ്പള്ളിയെ ബാധിക്കുമോ, അതോ അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമോ? സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നാൽ, ഒരു 5-6 മാസത്തിനകത്തൊക്കെ അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്തൊക്കെ വിധി വന്നാൽ, അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകുന്ന ഒരു വിധിയായിരിക്കുമോ വരുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കോടതി ഇപ്പോൾ, അല്ലെങ്കിൽ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്ന് പറയുകയും രജിസ്ട്രാർക്ക് അതനുസരിച്ച് കത്ത് കൊടുക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനം ഒഴിഞ്ഞേ കഴിയൂ. ഇനി വരാൻ പോകുന്നത് വെള്ളാപ്പള്ളിയുടെ ബിനാമിയായിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ പരിമിതി അദ്ദേഹം BDJS ഉണ്ടാക്കി BJPയുമായിട്ട് അലയൻസാണ്. അപ്പോൾ ഇനിയിപ്പോൾ BJPയുമായിട്ട് അലയൻസിലേക്കുള്ള ഒരാൾ SN ട്രസ്റ്റിൻ്റെ ഇതായിട്ട് വരുമോ, അതോ വൈസ് ചെയർമാനെന്നോ വൈസ് പ്രസിഡൻ്റ് എന്നൊക്കെ ഉള്ള നിലയിൽ SNDPയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ മറ്റൊരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിന്നുകൊണ്ട് കേസ് പറയുമോ, അതോ ഇവിടെ നിന്നുകൊണ്ട് തന്നെ, ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ ഇതിന് സ്റ്റേ മേടിക്കുമോ, സുപ്രീം കോടതിയിൽ പോയി ഈ കേസിന് സ്റ്റേ മേടിക്കുമോ, ഈ വിധിക്കെതിരെ സ്റ്റേ മേടിക്കുമോ, അതോ ഇതിവിടെ തുടരാതെ മാറി നിന്നുകൊണ്ട് കേസ് പറയുമോ, എന്താണെന്ന് നമുക്കറിയില്ല.
എന്തായാലും ഒരു സാധാരണ വിധിയല്ല, വളരെ അസാധാരണമായിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇതുവരെയുള്ള വലിയ കഴിഞ്ഞ ദിവസമാണ് ഗണേഷിനെതിരെയും വലിയ അപ്പോൾ ഇപ്പോൾ ഗണേഷൊക്കെ ആഘോഷിക്കും. ഗണേഷിനെതിരെയും വലിയ വായിൽ വർത്താനം പറഞ്ഞു, ലീഗിനെതിരെ വർത്താനം പറഞ്ഞു, പിണറായിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ പിന്നെ വി ഡി സതീശനെ ധാരാളം തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി ഡി സതീശൻ്റെ ആളുകൾക്ക് ആഘോഷിക്കാം. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഗണേഷിൻ്റെ ആളുകൾക്ക് ആഘോഷിക്കാം, അങ്ങനെ ലീഗിൻ്റെ ആളുകൾക്ക് ആഘോഷിക്കാം, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആഘോഷിക്കാം. മീഡിയ വണ്ണിനൊക്കെ ഇനിയിപ്പം ലഡു വിതരണം ചെയ്ത് പ്രമോദിനൊക്കെ വളരെ വലിയ രീതിയിൽ പിന്നെ വളരെ നല്ല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തി, അന്തിച്ചർച്ചയൊക്കെ നടത്തി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ സ്മൃതി പരുത്തക്കാടിനൊക്കെ ഇന്ന് വലിയ ഉത്സവമാണ്, ആഘോഷമാണ്. പാൽപ്പായസം കുടിച്ച സന്തോഷം കാണും ഇന്ന് ചാനലുകളിൽ. ഇനി അങ്ങോട്ട് ഇന്ന് വൈകുന്നേരം വരെ 2 കാര്യങ്ങളായിരിക്കും അടിച്ചടിച്ച് പോകുന്നത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശനും, 2 സുധാകരനുമാണ്. സുധാകരൻ പത്രസമ്മേളനം നടക്കുകയാണ്, അതിൻ്റെ കാര്യങ്ങളും അടിച്ചു കയറിപ്പോകും. സുധാകരൻ മത്സരിക്കുമോ, മത്സരിച്ചാൽ UDFൻ്റെ ഇത് മേടിക്കുമോ, പിന്നെ ആനുകൂല്യം മേടിക്കുമോ, അല്ലെങ്കിൽ പിന്തുണ കിട്ടുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും അവിടെ ചർച്ചയ്ക്ക് വരുന്നത്. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാവി എന്ന് പറയാൻ 80 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭാവി എന്ന് പറയാൻ 100 വർഷമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ 1000 വർഷം ജീവിച്ചിരിക്കത്തില്ലല്ലോ. ജീവിച്ചിരിക്കുന്നതിനൊരു പരിമിതി ഉണ്ടല്ലോ. പക്ഷേ എന്തായാലും ഈ വയസ്സുകാലത്ത് ഒരു ജയിൽവാസമുണ്ടോ, ഹസ്തരേഖ ഒന്ന് നോക്കേണ്ടതുണ്ട്, ജാതകം ഒന്ന് നോക്കേണ്ടതുണ്ട്, ജയിൽവാസമുണ്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം, ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുമോ, അതോ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറണം എന്ന് പറഞ്ഞതിനെ അനുസരിച്ച് കൊണ്ട് മാറി മറ്റൊരു ബിനാമി ജനറൽ സെക്രട്ടറിയെ വയ്ക്കുമോ എന്നുള്ള ചോദ്യവും, അതോ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള സ്ഥാനവും ഒക്കെ വളരെ ഗൗരവപരമായ ഒരു ചർച്ചയാണ് വരുന്നത്. പക്ഷേ ഇതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കൈവിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗുണം ചെയ്യുക കോൺഗ്രസിനും BJPക്കുമായിരിക്കുമോ. വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാനും SNDPക്ക് കഴിയുന്നില്ല. വി ഡി സതീശനുള്ളത് കൊണ്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും പരിമിതിയുണ്ട്. അപ്പോൾ ഇനി ആരെ സപ്പോർട്ട് ചെയ്യും വെള്ളാപ്പള്ളി എന്നുള്ളൊരു കൃത്യമായ ചോദ്യം രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട്.